ഈ ചില പ്രേക്ഷകരൊക്കെ കുറിക്കുന്ന കമൻറ്റ് കൂടി ഞാൻ ഈ അവസരത്തിൽ നോക്കിയായിരുന്നു. അപ്പോൾ അവർ ചിലരൊക്കെ അസിത പറഞ്ഞതാണ് കറക്റ്റ് എന്ന് പറയുമ്പോൾ മറ്റു ചില ആൾക്കാർ പറയുന്നു ഈ രണ്ട് പ്രയോഗത്തിനും സാമ്യമില്ല. അത് ഇത്തിരി സ്പിരിറ്റും തീവ്രതയും കൂടുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ കാര്യത്തിനാണ് എന്ന് പറയുന്ന പ്രേക്ഷകരുണ്ട്. പി ദിലീപ് കുമാർ. ഞാനും നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഈ പ്രയോഗം വന്നപ്പോൾ ഞാനും ആലോചിച്ചിരുന്നത് അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞതിനെ കുറിച്ചാണ്. 2011 ആ തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ചായിരുന്നു. അന്ന് ഇത് രാഹുൽ ഗാന്ധി VSന്റെ പ്രായം വെച്ചിട്ടാണ് അന്ന് ആ വിമർശനം ഉന്നയിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു 83-കാരനായിരിക്കും ഇനി കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പോവുക എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസവും വിമർശനവും. അതിന് VS വളരെ 93-കാരൻ അതിന് VS വളരെ മനോഹരമായ മറുപടിയായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല അത് കേരളം മുഴുവൻ പലരും രാഷ്ട്രീയാതീതമായി തന്നെ ആ VS അന്ന് ചൊല്ലിയ ആ കവിതാശകലം TS തിരുമുമ്പിൻ്റെ അത് കട്ട് ചെയ്ത് അവർ ഉപയോഗിച്ചിരുന്നു. കാരണം അത്ര ശക്തമായ വാക്കുകളിലൂടെയുള്ള വിമർശനമായിരുന്നു. ഇതേ തരത്തിൽ സാധാരണ VSനെ സംബന്ധിച്ച് നേരത്തെയുള്ള VSന്റെ പല പ്രസംഗങ്ങളുമൊക്കെ വിവാദമായിട്ടുള്ളത് നമുക്കറിയാം. അമ്പലപ്പുഴയിൽ മുമ്പൊരിക്കൽ ഈ മത്സരരംഗത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി റോസാപ്പൂവാണ്, മറുവശത്തെ സ്ഥാനാർത്ഥി അത് ഞാൻ ആ പരാമർശം പറയുന്നില്ല. VS അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുകൾ. ഏതായാലും അത്തരം വാക്കുകളൊക്കെ VS പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അന്ന് VS രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ ശക്തമായ ഭാഷയിൽ ആ TS തിരുമുമ്പിൻ്റെ കവിത ചൊല്ലിക്കൊണ്ട് തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭത്വത്തിന് മുന്നിലായി തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം എന്നായിരുന്നു അന്ന് VS ചൊല്ലിയത് ആ TS തിരുമുമ്പിൻ്റെ കവിത. അതുപോലൊരു ശക്തമായ മറുപടിയായിരുന്നു മുഖ്യമന്ത്രി നൽകേണ്ടിയിരുന്നത്. മാത്രമല്ല അസിത പറഞ്ഞതിൽ പോലെ രണ്ടും ഏതാണ്ട് സമീകരിക്കുന്ന വിധമല്ല, രണ്ടും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ രേവന്ത് റെഡ്ഡി ഒരു പൊതുയോഗത്തിൽ പറഞ്ഞത് അസിത പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കാം. അത് ഒരു പൊതുയോഗത്തിൽ അവിടുത്തെ ആളുകളെ കയ്യിലെടുക്കുന്നതിനുള്ള ഒരു ശൈലി എന്നുള്ള നിലയിൽ ഇത്തരം ചില സിനിമാ ഡയലോഗുകളൊക്കെ രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കാറുണ്ട്. അത് ആ പൊതുയോഗത്തിൽ ഉപയോഗിക്കുന്നത് കൊള്ളാം. പക്ഷേ ഒരു ഔദ്യോഗിക കത്തിൽ, കേരള മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിലും ഇതേ വരികൾ കുറിക്കുക എന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിയുടെ നിലവാരമില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കേരള മുഖ്യമന്ത്രി നൽകിയ മറുപടി അതിനേക്കാൾ അതൊരു അസഭ്യത്തിൻ്റെ ചുവയുള്ള മറുപടിയായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല.